വി എസിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മറുപടിയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്ത് വന്നിരിക്കുകയാണ്. സഖാവ് വി എസിനെ മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക സംഘപരിവാറിനോട് 2 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മലപ്പുറത്തുകാർ ആകെ തീവ്രവാദികൾ എന്ന് സഖാവ് വി എസ് പറഞ്ഞിരുന്നില്ല എന്നും ഈ പറയുന്ന അഭിമുഖം നടത്തിയ അന്നത്തെ മാധ്യമ ലേഖകനായ MCA നാസർ തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും സനോജ് ഓർമ്മപ്പെടുത്തുകയാണ്. NDF-നെ കുറിച്ച് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് എതിരെയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയായിരുന്നു ഇസ്ലാമിക സംഘപരിവാറിന്റെ ലക്ഷ്യം തന്നെ. MCA നാസറിൻ്റേത് വൈകി വന്ന വിവേകം മാത്രമാണ് എന്നും വി കെ സനോജ് പറയുകയാണ്. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചാണ് പരീക്ഷകളിൽ വിജയിക്കുന്നത് എന്ന വാദത്തിലും വാസ്തവമില്ല. 2005-ൽ നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകർ ചോദിച്ച അനേകം ചോദ്യങ്ങളിൽ ഒന്നിനോട് വി എസ് നൽകിയ ഉത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിലും അത് പരിശോധിക്കണം എന്നുള്ളതാണ്. ഈ മറുപടിയാണ് മലപ്പുറത്തെ കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ കോപ്പി അടിക്കുന്നു എന്നാക്കി ഇസ്ലാമിക സംഘപരിവാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് തന്നെ. അല്ല എന്ന് തെളിയിക്കാമോ എന്നും വി കെ സനോജ് ചോദിക്കുകയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ മതതീവ്രവാദികളോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ നാടിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആളായിരുന്നു വി എസ്. അങ്ങനെ ഒരു മനുഷ്യനെ അന്ത്യനാളുകളിൽ മതമൗലികവാദിയാക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദികളെ ഈ നാട് തിരിച്ചറിയുമെന്നും വി കെ സനോജ് ചൂണ്ടിക്കാട്ടുകയാണ്. അതിന് തെളിവാണ് ഇന്നലെ 3:30 മണി മുതൽ ഇന്ന് ഈ നിമിഷം വരെ തുടരുന്ന കണ്ണേ കേരളെ വി എസ് എന്ന ആർത്ത് വിളിച്ചുള്ള നെഞ്ചു പൊട്ടി കരയുന്ന ഇന്നാട്ടിലെ ആബാലവൃതം ജനം. അത് ഈ നാടിന്റെ പരിച്ഛേദമാണ്. മതമൗലികവാദികളുടെ സർട്ടിഫിക്കറ്റ് ആ മനുഷ്യന് ഇന്നേ വരെ വേണ്ടി വന്നിട്ടില്ല. ഇനിയുള്ള കാലവും അത് വേണ്ട എന്നും അദ്ദേഹം പറയുകയാണ്. 85 വർഷം പാവപ്പെട്ടവരുടെ മുന്നണി പോരാളിയായി കേരളത്തിന്റെ മതേതരത്വം സംരക്ഷിച്ച മനുഷ്യനെ മുസ്ലിം വിരുദ്ധനാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർ വി എസ് കൂടി വിത്തുപാകി വിളയിച്ചെടുത്ത മതേതര കേരളമാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് ഓർക്കണമെന്നും വി കെ സനോജ് പറയുന്നുണ്ട്.